കേരളത്തിൽ ആര് ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. പൊതുതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം പ്രതിഫലിക്കുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇഡിയും പ്രധാന ചർച്ചാ വിഷയമാണ്. LDF-ന്റെയും UDF-ന്റെയും കൂടുതൽ നേതാക്കളുടെ വീടുകളിൽ ഇഡി എത്തുമെന്ന് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാനാണ് LDF, UDF മുന്നണികളുടെ പരിശ്രമം. CAA-യിൽ കേന്ദ്രത്തിനെതിരെയാണ് ജനവിധി വരികയെന്നും കേരളത്തിൽ UDF-ഓ LDF-ഓ ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യയിലൊക്കെ ഒരുപോലെയാണ് CAA. അത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അവിടെ ഭരണമാറ്റം വേണം. ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഇവിടെ UDF ഭരിച്ചാലും CAA നടപ്പിലാക്കുമോ? ഇല്ലല്ലോ. LDF ഭരിച്ചാലും നടപ്പിലാക്കില്ല. പക്ഷേ അവിടെ ഭരണമാറ്റം ഉണ്ടാവണം. അതാണ് പ്രധാനം. മാസപ്പടി വിവാദത്തിലെ ED അന്വേഷണവും പ്രചാരണ രംഗത്തെ സജീവ ചർച്ചയാണ്. പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ മാത്രമല്ല KC വേണുഗോപാലിന്റെ വീട്ടിലും ED എത്തുമെന്ന് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കൂട്ടുകച്ചവടമെന്നും ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. KC വേണുഗോപാലിന്റെയും വീണ വിജയന്റെയും പിണറായി വിജയന്റെയും എല്ലാവരുടെയും വീട്ടുപടിക്കലേക്ക് ED എത്തുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടവരെ അടയ്ക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒന്നിച്ചുള്ള കച്ചവടമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമണൽ കടത്തക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടായോ? രാഹുൽ ഗാന്ധി വയനാട്ടിലെത്താറില്ല എന്ന K. സുരേന്ദ്രന്റെ പരിഹാസത്തിന് T. സിദ്ദീഖ് MLA മറുപടിയുമായി രംഗത്തെത്തി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൽ കർണാടക സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിനെ BJP എതിർത്തു. അതിന് K. സുരേന്ദ്രൻ മാപ്പ് ചോദിക്കണമെന്നും T. സിദ്ദീഖ് പറഞ്ഞു. അവരുടെ കുടുംബത്തിന് 15 ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അത് റദ്ദ് ചെയ്യണം, അത് ശരിയല്ല, മര്യാദകേടാണ്, മലയാളികൾ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ച BJP കർണാടക സംസ്ഥാന അധ്യക്ഷനെതിരായും BJP സംസ്ഥാന ഘടകത്തിനെതിരായും ശ്രീ സുരേന്ദ്രന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ലാത്തതുൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട്. 24 തിരുവനന്തപുരം.